ഹായ് ഗായ്സ്, ഇന്ന് നല്ലൊരു അടിപൊളി താറാവിറച്ചി കറിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക് പകരം അച്ഛനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ കുക്ക് ചെയ്യണ്ടേ നോക്കാം. ഹായ് ഗൈസ്, ഇനി നമുക്ക് താറാവ് കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാം. നമ്മൾ ഇതിന് വേണ്ടി 2 കിലോ താറാവാണ് മേടിച്ചിരിക്കുന്നത്. അതിലേക്കുള്ള മുളക് ഇടാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ ഉപ്പുപൊടി, മസാല ഒരു 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂൺ, മുളക് ഒരു 2 എണ്ണം, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി, നല്ല മാതിരി ഒന്ന് ഇളക്കി കുക്കർ മൂടി ഇനി അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് നമുക്ക് തീ കുറച്ച് കൂട്ടിയിടാം. ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് സബോള വാട്ടാം. ചട്ടി ചൂടാവുന്നത് വരെ കാത്തിരിക്കാം. സബോള ഇടാം. കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. ഒരു 4 മുളക്, മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് ചതച്ചിടാം. വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് ചതച്ചിടാം. കുക്കർ സ്റ്റീം വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇളക്കി കറക്റ്റാക്കി കഴിഞ്ഞാൽ, ഒന്ന് വാട്ടിക്കഴിഞ്ഞാൽ സുഖമായിരിക്കും. പെട്ടെന്ന് പരിപാടി കഴിയും. കുട്ടികൾ വിശന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇളക്കുന്നത് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നേരം പോവില്ല എന്നറിയാം. അതുകൊണ്ട് എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ഞാനൊരു പാട്ട് പാടാം. എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിൽ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ. ഇത് മതി കേട്ടോ, ഇതിൽ കൂടുതൽ എനിക്കറിയില്ല. ഇല്ലില്ല മക്കളെ, കുറച്ച് നേരം കൂടി പിടിക്കും. പോയിരുന്ന് കളിച്ചോ. മുരിഞ്ഞുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക്, ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം.
മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല, നന്നായി ഒന്ന് ഇളക്കി മുളക് മൊരിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. തീ കുറച്ചിട്ട് ഇളക്കിയാലോ അല്ലെങ്കിൽ കരിഞ്ഞ് ഉണ്ടിയായി കിട്ടും. അപ്പം മുളക് മൊരിഞ്ഞുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയുടെ പച്ചമണം പോകാൻ വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ച കുത്തൊക്കെ പോയിണ്ടാവും. നല്ല രസത്തിൽ ഗ്രവി നല്ല രസത്തിലായിട്ട് നല്ല കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് വായിൽ വെള്ളം ഊർന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വിസിൽ പോയിട്ട് അതൊന്ന് തുറന്ന് നോക്കാം എന്തായാലും. വിസിൽ പോയിണ്ടാവും, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ താറാവ് അങ്ങനെ അടിപൊളിയായിട്ട് വെന്തുണ്ട്. ഇനി നമുക്കിതിലിടാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക്. ഉപ്പ് ഓക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം അടച്ചു വയ്ക്കാം. തീ കുറച്ചിട്ടിട്ട് വേവിക്കണം. കുരുമുളക് കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഈ താറാവിൻ്റെ ഒരു കുത്ത് പോയി കിട്ടും. നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ താറാവ് കറി അടിപൊളിയായിട്ട് കണ്ടോ വെന്തിട്ടുമുണ്ട്. നല്ല അടിപൊളി താറാവ് കറി ആയിട്ട്. ഇങ്ങനെ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്.